ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, എന്തുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാരിങ്ങനെ ഭയങ്കരമായ ഡിപ്രഷനിലേക്കും ലോൺലെസ്സിലേക്കും പോകുന്നത്? ഒറ്റ വാക്കാണ്, അത് എക്സ്പെക്റ്റേഷൻ എന്നുള്ളതാണ്. നമ്മളെ ഇങ്ങനെ പെരുമാറും, ഇങ്ങനെ ട്രീറ്റ് ചെയ്യും, നമ്മുടെ മെസ്സേജിൽ ഇന്ന റിപ്ലൈ വരും, നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കും, മറ്റുള്ളവരെക്കാളൊക്കെ നമുക്ക് കൂടുതൽ പ്രാധാന്യം എന്നൊക്കെയുള്ള കുറേ എക്സ്പെക്റ്റേഷനാണ്. ഇനിയൊരു വളരെ ക്ലിയർ കട്ടായ റിയാലിറ്റി പറയുകയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളോട് പെരുമാറാൻ ഒരു മനുഷ്യർക്കും സാധിക്കില്ല, ഒരാൾക്കും സാധിക്കില്ല. നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വളരെ പെർഫെക്റ്റായിട്ടുള്ള പൊരുത്തമുള്ള നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് പോലും നിങ്ങളോട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പെരുമാറാൻ സാധിക്കില്ല. ആ റിയാലിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ടി ഒരാൾ തരുന്ന സമയം, നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഒരാൾ മാറ്റിവെക്കുന്ന അയാളുടെ ജീവിതത്തിൻ്റേതായിട്ടൊരു ഭാഗം ഒക്കെ നമുക്ക് കിട്ടുന്ന ബോണസാണെന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്, സത്യത്തിൽ നമ്മൾ ആരും തന്നെയൊന്നുമല്ല. നമ്മുടെ പ്രശ്നം നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ തന്നെ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളതാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ പെരുമാറണം എന്നതാണ്. അതിനപ്പുറത്തേക്ക് നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെയൊക്കെ കണ്ടെത്താൻ സാധിച്ചാൽ കുറച്ചും കൂടെയൊക്കെ മനോഹരമായിരിക്കും.